അദ്വൈതാശ്രമത്തിന്റെ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ഒരു പാലിയേറ്റീവ് സെന്റർ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതായി മുമ്പ് പറഞ്ഞിരുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളമായി? ഒന്നും ആയിട്ടില്ല. ഇത്തരം സംരംഭങ്ങൾ കൂടുതൽ ഉണ്ടായാൽ നന്നായിരുന്നു. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്വൈതാശ്രമം കൊളത്തൂർ എന്നുള്ളത് പൊതുവെ സനാതന ധർമ്മികൾക്കിടയ്ക്ക് അറിയാം. വളരെ അടുത്തറിയുന്നവർ പോലും അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒന്നും അറിയില്ല. അതിന്റെ ശാഖകളെ കുറിച്ചോ എവിടെയൊക്കെ അതിന് ശാഖകൾ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചോ എന്തൊക്കെ പ്രവർത്തനങ്ങളാണെന്നുള്ളതിനെ കുറിച്ചോ ഒന്നും അറിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പം അത് അധികം വിസ്തരിക്കാതെ സാമാന്യം ഒന്ന് പറയാം. അതിനുള്ള സമയം എപ്പം ഉണ്ടാവില്ല. ഇന്ന് എവിടെ പറഞ്ഞു വെക്കണോ അതിന്റെ ബാക്കി നാളെ പറയാം. അത്രയേ കഴിയുള്ളൂ. ഏതായാലും ഇപ്പോൾ നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഒരു മൂലസ്ഥാനമായിട്ട് നമ്മൾ മാനിക്കുന്നത് ശിക്ഷാ ഗുരുനാഥന്റെ സ്ഥലമാണ് ഗുജറാത്തിലെ മെഹമ്മദാബാദുള്ള മാധവാനന്ദ ആശ്രമം. അതിപ്പോ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ കൊളത്തൂരിൽ, കോഴിക്കോട് ഇവിടെ നിന്ന് 24 കിലോമീറ്റർ മാത്രമുള്ള കൊളത്തൂരാണ് പ്രവർത്തന കേന്ദ്രം. ഇതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂര്, കാസർഗോഡ് ജില്ലകളിലൊക്കെ പഠന കേന്ദ്രങ്ങൾ, ആശ്രമങ്ങളുണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ കോഴിക്കോട് പട്ടണത്തിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് വളരെ അടുത്തായിട്ട് ശാരദ അദ്വൈതാശ്രമവും മാത്തറയിൽ ശാന്തിസുധ സേവാശ്രമവും ഭഗവാൻ നിത്യാനന്ദ സ്വാമികൾ ജനിച്ച സ്ഥലം നടുവണ്ണൂര് സദ്ഗുരു നിത്യാനന്ദ ആശ്രമവും ഒക്കെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. എല്ലായിടത്തും സത്സംഗങ്ങൾ, ഒരുപോലെ വേദാന്ത പഠന പദ്ധതികൾ എല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ കൊളത്തൂരിൽ ശ്രീ ശങ്കര വിദ്യാമന്ദിരം എന്നൊരു വിദ്യാലയം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ 7ാം ക്ലാസ് വരെയാണുള്ളത്. 480ഓളം മക്കള് അവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ ശ്രീ ശങ്കര വൃദ്ധ സേവാ കേന്ദ്രം എന്ന് പറഞ്ഞ് നമ്മുടെ സമൂഹത്തിന്റെ ശ്രദ്ധ അർഹിക്കുന്ന, പ്രത്യേകിച്ച് നോക്കാൻ ആരോരും ഇല്ലാത്ത, മറ്റുള്ളവരാൽ അങ്ങനെ എന്താ പറയേണ്ടത്, തള്ളപ്പെട്ടു എന്നൊക്കെ പറയാം, എന്തായാലും വിഷമം അനുഭവിക്കുന്ന നമ്മളെ സമൂഹത്തിലെ വയസ്സായിട്ടുള്ള നമ്മുടെ മുത്തശ്ശന്മാരെ ഒക്കെ സംരക്ഷിക്കാനുള്ളൊരു കേന്ദ്രമുണ്ട്. ഇപ്പോൾ 15 പേരാണ് അവിടെ ഉള്ളത്. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കുറെ വർഷങ്ങളായി ഒരു പാലിയേറ്റീവ് സേവാ കേന്ദ്രം വേണം എന്നുള്ള സങ്കല്പം ഉണ്ടായിട്ട്. കാരണം ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്ത ധാരാളം പേര് ഒരു തരം ക്ലേശം മാത്രം അനുഭവിച്ചുകൊണ്ട് വീടുകളിലോ ഇനി മറ്റ് സ്ഥാനങ്ങളിലോ സ്ഥാപനങ്ങളിലൊക്കെ കഴിയുന്ന അവസ്ഥ വളരെ ഗുരുതരമായി നമുക്കിടയ്ക്കുണ്ട്. അതിൽ പല കേന്ദ്രങ്ങളിലും വളരെ നല്ല രീതിയിൽ അവർ പരിചരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് നിരാശരായി കഴിയുന്ന അവസ്ഥയുണ്ട്. കാരണം പരിചരണം ബാഹ്യമായി സ്നേഹപൂർവ്വമായി നൽകുമ്പോഴും തങ്ങൾ ജനിച്ച് വളർന്ന ഒരു ധാർമ്മിക സാഹചര്യത്തിൽ 4 മന്ത്രം ജപിച്ച് മന്ത്രം കേട്ട് ജീവിക്കാൻ കഴിയാത്ത, മരിക്കാൻ കഴിയാത്ത ഒരു ദുഃഖം വളരെ വലുതാണ്. അതൊക്കെ നേരിട്ട് കണ്ടനുഭവിക്കാൻ കഴിയുമ്പോൾ ഇത്തരം ഒരു കേന്ദ്രം അനിവാര്യമാണെന്ന തോന്നലുണ്ടായി. അങ്ങനെയാണ് ഒരാശയം സമൂഹത്തിന് മുമ്പാകെ വെച്ചത്. പക്ഷേ ഒരു 8-9 വർഷമായി എങ്കിലും അതിനൊരു കല്ല് പോലും വെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇവിടെ അടുത്ത് ചെറുകുളം, അവിടെ ഒരു സ്ഥലമാണ് ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഉടമസ്ഥന്മാർ പൂർണ്ണമായി ഒരു ഉദ്ദേശത്തോടു കൂടി സമർപ്പിച്ചതാണ് ട്രസ്റ്റിന്.
വലിയൊരു ലക്ഷ്യമാണ്. വിശദാംശങ്ങളൊന്നും ഇപ്പൊ പറയാൻ സമയമില്ല. എന്തായാലും തീരുന്നതിൻ്റെ ഇടയ്ക്ക് നാളെയോ മറ്റന്നാളോ ഒരു പ്രാവശ്യം അതിനെക്കുറിച്ചൊക്കെ പറയാം. ഇതിൻ്റെ ഭാഗമായിട്ട് മാസിക പ്രസിദ്ധീകരണമുണ്ട്, ഇതിൻ്റെ ഭാഗമായിട്ട് ഗ്രന്ഥപ്രകാശനങ്ങളുണ്ട്. ഇതൊക്കെ ആശ്രമത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത്തരം പ്രവർത്തനങ്ങളിൽ എങ്ങനെയൊക്കെ പങ്കുചേരാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുക. നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയാൽ മഹാകാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും. ജീവിതത്തിൽ ചെയ്യുന്ന ധൂർത്തുകൾ, കരിമരുതനും അതിനും ഇതിനൊക്കെ കത്തിക്കുന്ന പണം ഒക്കെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സമാജോത്കർഷത്തിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു. പറഞ്ഞെന്ന് മാത്രം. ഏതായാലും ഇപ്പം തന്നെ 2 മിനിറ്റ് അധികമായി. അതുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. നാളെ കൃത്യസമയത്തിന് തുടരാം.